അപ്പോൾ നാളെയാണ് നമ്മുടെ INACT എക്സാം. ലാസ്റ്റ് സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഫൈനൽ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. വളരെ കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾക്ക് പോയിട്ട് എക്സാം എഴുതാം. എന്നിരുന്നാലും നിങ്ങൾ ഫൈനലി ഒന്ന് അഡ്രസ്സ് ചെയ്യാമെന്ന് ചോദിച്ചു വന്നതാണ്. ഞാൻ പറയാം, ഈ INACT എക്സാമിന് ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. 5 സെഷനായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ കഴിഞ്ഞ നവംബർ മുതൽ തന്നെ ഫോളോ ചെയ്ത് വന്നതാണ്. മാത്രമല്ല നെക്സ്റ്റ് മന്ത് നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിന് ഇതേ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 സെഷനായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹൈ സ്കോറിങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ് മാക്സിമം തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ പാനിക് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ടഫായിട്ട് വരും, ഒരു സെഷനിൽ കൂടുതൽ എളുപ്പമായിട്ട് വരും, അപ്പോൾ ടൈം ബാക്കിയാവില്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇവർ പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ടാണ് ഈ 5 സെഷൻസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലേക്കൊന്നും മൂവ് ചെയ്യുന്ന രൂപത്തിലല്ല, എല്ലാത്തിൻ്റെ ഒരു പ്രോപ്പർ മിക്സ് ആയിരിക്കും എവരി സെഷൻ. സോ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർലി കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ വെരി ഹൈ സ്കോറിങ് ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ആ നമ്പർ ഓഫ് അറ്റംപ്റ്റ് കുറയ്ക്കരുത് എന്നുള്ളതാണ്. ആൻഡ് നമുക്കറിയാം, നീറ്റ് അല്ല, INACT ആണ്. അതുകൊണ്ട് +1 -1/3 ആണ്. ആ ഒരു പാറ്റേൺ മൈൻഡിൽ കണ്ടുകൊണ്ട് തന്നെ തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് മാത്രം സ്കിപ്പ് ചെയ്താൽ മതി എന്നുള്ളൂ. സ്റ്റിൽ ഞാൻ പറയാൻ പോകുന്നത് മാക്സിമം അഗ്രസീവായിട്ട് തന്നെ എഴുതാം. പറ്റുന്നെങ്കിൽ ഫുൾ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക എന്നുള്ളതാണ്. ആൻഡ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും മറന്നു പോകുന്ന ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഓരോ സെഷനിലും നമ്മൾ എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് ആദ്യം തന്നെ പ്ലാനാക്കി പോകുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓരോ സെഷനിലെയും ഹാഫ് ടൈം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടി വരും മാത്രമാണ് ഈ ഒരു എക്സാമിൽ ചെയ്യേണ്ടി വരിക എന്നുള്ളത്. പിന്നെ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് 1/3 ആണ് നെഗറ്റീവ് എന്നുള്ളത് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നിങ്ങൾ അൺമാർക്ക് ചെയ്താൽ മാത്രം തന്നെയാണ് അത് നിങ്ങളെ വാല്യുവേഷനായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായി ശ്രദ്ധിക്കുക. എക്സാമിന് അടിപൊളിയായിട്ട് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. ആ സമയത്ത് മാക്സിമം കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എയിംസ് എക്സാമാണ്, അതിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചതെന്നല്ല, ബേസിക് കാര്യങ്ങൾ തന്നെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരിക്കുക. പക്ഷെ കോമൺ സെൻസ് അപ്ലൈ ചെയ്തു നമ്മളെ ഹൗസ് സെൻസി ടൈമിലുള്ള ആ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലോടുകൂടി എത്താൻ പറ്റുന്നതാണ്. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾ പ്രാക്ടീസിനാണ്. അപ്പോൾ ഈ സമയത്ത് ആലോചിക്കുന്ന സമയത്ത് അറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരാമെന്നുള്ളതാണ്. സോ അതിലൊന്നും സ്റ്റെക്ക് ആവാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വെരി ഹൈ സ്കോർ നിങ്ങൾക്ക് INACT ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് ഈ INACT 1 വീക്ക് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഒരുപാട് പേര് ക്രാക്ക് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ്. കാരണം കഴിഞ്ഞ INACTയിൽ അത്ര പ്രിപ്പയർഡ് അല്ലാത്ത ആളുകളൊക്കെ ഈ INACTക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ടിൽ എക്സ്പെക്ട് ചെയ്യാം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ഞാൻ ഈ ഒരു സെറ്റപ്പിൽ എന്താണ് വീഡിയോ വരുന്നത് എന്നുള്ളതാണ്. ഞാനൊരു ട്രാവലിലാണ്, അതുകൊണ്ട് എന്തായാലും നിങ്ങളൊന്ന് അഡ്രസ്സ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ എടുത്തിരിക്കുന്നത്. ആൻഡ് ഇത്ര അവൈലബിലിറ്റി ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പിൽ വീഡിയോ ആയത്. താങ്ക് യു. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.